ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡ്രിങ്കാണ്. നമ്മൾ വേനൽക്കാലമാണ്, നോമ്പുകാലമാണ്. അപ്പം നമുക്ക് അതിനൊക്കെ പറ്റിയ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നോക്കാം. രണ്ട് തരം ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇത്തിരി കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് സാബുനരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കണം. നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച സാബുനരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ആദ്യം വേവിച്ചെടുക്കണം. വരുമ്പോഴേക്ക് നമുക്ക് ഈ ചക്കയൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. ചക്ക ഇട്ടു, അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തു. കുറച്ച് പാലൊഴിച്ചു. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഒരു 4 സ്പൂണ് പഞ്ചസാര കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഞാനതിന് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സാബുനരി വേവിച്ച് അരിച്ചെടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 4 സ്പൂണ് പഞ്ചസാര അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ ആദ്യം. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം. രണ്ടാമത്തെ ഡ്രിങ്കിന് ഞാനൊരു കസ്റ്റാർഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ട് തിളച്ച് തുടങ്ങി. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച കുറച്ച് പാലിലേക്ക് 1 സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുറുകണ്ട ഒരു നമുക്ക് ഡ്രിങ്കായിട്ട് കുടിക്കാനാണ്. ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇതും ഇതേപോലെ നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റി നല്ലോണം ഒന്ന് തണുക്കാൻ വയ്ക്കണം. നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. നമ്മൾ സാബുനരി നമ്മൾ പാലിൽ വേവിച്ചെടുത്ത മിശ്രിതം നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേർക്കാം. ആവശ്യമുള്ളതിനനുസരിച്ച് ചേർക്കാം. അതുപോലെ ചക്കയുടെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചത്, ഇതെല്ലാം നമ്മൾ അടിച്ചു വെച്ചതിന് ശേഷം ഒക്കെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലതും ചക്കയുടെ മിശ്രിതത്തിൽ നമ്മൾ വേറെ ഒരു ഫ്ലേവറിന് വേറെ ഒന്നും ചേർത്തണില്ല. ഈ ചക്കയുടെ ഫ്ലേവർ തന്നെ വരണം, മുന്നിട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല. ഇതാണ് നമ്മളെ ആദ്യത്തെ ഡ്രിങ്ക്. നല്ല ടേസ്റ്റാണ്. ആ ചക്കയുടെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. രണ്ടാമത്തെ ഡ്രിങ്കിൽ ഇതേപോലെ തന്നെ ആ സാബുനരിയുടെ മിശ്രിതം കുറച്ച് ഒഴിക്കുന്നുണ്ട്. നമ്മൾ കസ്റ്റാർഡ് ഇങ്ങനെ ഇതേപോലെ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കും. ഇനി കുറച്ച് നേരത്തെ തന്നെ 1 സ്പൂണ് സബ്ജ സീഡ് ഇല്ലേ, കസ്കസ്, കറുത്ത കസ്കസ്
ഞാൻ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ടാണ് കുതിർത്തത്. അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി അതിലേക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ മാതള നാരങ്ങയുടെ സീഡോ അല്ലെങ്കിൽ ഇതേ ഞാൻ ചേർത്തിക്കുന്ന നല്ല മധുരമുള്ള കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്രയും ചേർത്താവും. കൂടുതൽ നമ്മൾ ഫ്രൂട്ട്സ് ഇടരുത്. അപ്പോൾ നമുക്കത് ഫ്രൂട്ട് സലാഡ് പോലെയാവും. ഇത് നമ്മൾ ഡ്രിങ്കായിട്ട് കുടിക്കാനല്ലേ. കേട്ടോ ഇങ്ങനെയുള്ള ഈ ഒരു ഇതിലാണ് നമുക്ക് എടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, നല്ല തണുപ്പിച്ചിട്ട് നമുക്കിത് കഴിക്കാം. ആദ്യത്തെ ഡ്രിങ്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. രണ്ടാമത്തെ ഡ്രിങ്കും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെ ഈ വേനൽക്കാലത്തും നോമ്പ് കാലത്തും 2 ഡ്രിങ്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ടൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.